ബാക്ക് ടു സ്വാതി സ്ക്രീൻ ടോക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ അഗെയിൻ ഇപ്പോൾ വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി അത് വന്നിരിക്കുകയാണ് ഗായ്സ്. അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 8ൻ്റെ പ്രമോ റിലീസ് ആയിട്ടുണ്ട് ഒഫീഷ്യലി. അതായത് നമ്മൾ ജഡ്ജസ് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളെ പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ കൺഫേം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വെച്ചുകൊണ്ട് ആ ഫേസ് ഒക്കെ റിവീൽ ചെയ്തുകൊണ്ട് ഒരു അടിപൊളി പ്രമോ നമ്മുടെ ബിഗ് ബോസ് ഇറക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു സ്വാതി സ്ക്രീൻ ടോക്ക്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഗായ്സ്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ ഒരു വലിയ പരീക്ഷയാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ആദ്യമായിട്ടൊരു പരീക്ഷ നമ്മൾ നേരിടാൻ പോവുകയാണ്, കാണാൻ പോവുകയാണ്, അത് സാക്ഷിയാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു തെലുങ്ക് ബിഗ് ബോസിലാണ് ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രമോ കുറേ ദിവസം ഇങ്ങനെ കിടന്ന് കറങ്ങാൻ നിന്നിട്ട് അവിടെ ഇവിടെ അങ്ങനെ കാണിക്കാതെയും കാണിച്ചുകൊണ്ടും ഓരോ പോസ്റ്ററും കൗണ്ട് ഡൗണും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസമായി നമ്മളിങ്ങനെ അതിൻ്റെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഓരോ സംഭവങ്ങൾ ബിഗ് ബോസ് ഇങ്ങനെ ക്ലൂ ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഫൈനലി നമ്മൾ ജഡ്ജസിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജഡ്ജസ് 3 പേരാണുള്ളത്, ഒരു ലേഡിയും 2 മെയിൽ ആയിട്ടുള്ള ആൾക്കാർ. അത് ഒന്ന് നമ്മുടെ അഖിൽമാരാരും ഒന്ന് നമ്മുടെ റിയ സലീമും ആൻഡ് രഞ്ജനി ഹരിദാസ്. ഇവരും 3 പേരുമാണ് ജഡ്ജസ് എന്ന് നമ്മൾ കൺഫേം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഫേസ് കൂടി റിവീൽ ചെയ്തുകൊണ്ട് ഒരു അടിപൊളി പ്രമോ നമ്മുടെ ബിഗ് ബോസ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ അഖിൽമാരാർ എന്തോ കൈക്കോട്ട് എന്തൊരു സംഭവം വെച്ചിട്ട് ഇതിനെ തീയിട്ട് അടിക്കുന്നു, ദെൻ തീപ്പൊരി പറക്കുന്നു. എന്നിട്ട് ബിഗ് ബോസിൻ്റെ ഒരു ഗേറ്റൊക്കെ കാണിച്ചിട്ട് ഇതിനകത്തേട്ട് കിടക്കാൻ ആർക്ക് ധൈര്യമുണ്ട്, ഇത് പൊളിച്ച് കിടക്കാൻ ആർക്ക് ധൈര്യമുണ്ട് എന്ന് പറയുന്നു. പിന്നെ രഞ്ജനി ഹരിദാസ് വരുന്നു, റിയാസ്. അവരുടെ ആ നടത്തൊക്കെ ഭയങ്കര മാസാട്ടോ. 2 പേരും ഏകദേശം മാസ സംഭവങ്ങളാണ്. എനിക്കൊന്നൊരു രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് ആ ആറ്റിറ്റ്യൂഡൊക്കെ മുഖത്ത് കാണിച്ചുകൊണ്ടുള്ള രീതിയിൽ ഒരു വാക്കൊക്കെ വെച്ച് ചെയ്തങ്ങ് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നു. റിയ സലീമും രഞ്ജനി ഹരിദാസുമാണ് ഉള്ളത്. പിന്നെ ഉള്ളത് അവരെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പറഞ്ഞത്, 40 കോമണേഴ്സ്, 40 പേരാണ് കോമണേഴ്സ്, 40 പേരാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമുക്ക് മനസ്സിലായി 40 കോമണേഴ്സിനെ വെച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞ അഗ്നി പരീക്ഷ. 21 ഡേയ്സ് ആണ് ഉള്ളത്. നമ്മുടെ മലയാളം ബിഗ് ബോസിൽ 21 ഡേയ്സ് ആണ് പറയുന്നത്. എനിക്ക് ഐ തിങ്ക് തെലുങ്കിലെങ്ങാണ്ട് 15 ദിവസം കണ്ടായിരുന്നു. ബിഗ് ബോസിൽ എങ്ങനെ കൂടും, മലയാളത്തിൽ അതിൽ കൂടാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ 21 ദിവസത്തെ ബിഗ് ബോസിൻ്റെ അഗ്നി പരീക്ഷയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് 1-ൽ കൂടുതലായിരിക്കും കോമണേഴ്സിന് സെലക്ട് ചെയ്യുക. 1-ൽ കൂടുതൽ കോമണേഴ്സ് ഉണ്ടാവും. അത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ റിയാസൊക്കെ പറയുക, ഞങ്ങൾ ടഫ് ആക്കുമില്ലെങ്കിൽ ഞങ്ങൾ, അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. റിയാസ് കുറേ ആണിയൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇത് തകർത്ത് പോകാൻ ആർക്കാണ് ശക്തി അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ കഠിനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. പിന്നെ ശേഷം ലാലേട്ടൻ പറയുന്നു കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള അഗ്നി പരീക്ഷയാണ്. അത് വളരെ എന്താ പറയുക, വളരെ ടഫാണ്. ബിഗ് ബോസ് പോലെ തന്നെ ടഫായിട്ടുള്ളൊരു പരിപാടിയാണ്. അതിൽ നമ്മൾ എന്താ പറയുക, കോമണേഴ്സിൽ നിന്നും നമ്മുടെ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടുള്ള പ്രമോ ആണ്. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ഏകദേശം സംഭവം സീനാണ് മോനെ. കാരണം മോസ്റ്റ് ഓഫ് മലയാളികൾ എക്സൈറ്റഡ് ആണ്. ഇതെങ്ങനെയായിരിക്കും ഈ ഒരു പരിപാടിയുടെ ഒരു തുടക്കം, ഇതെങ്ങനെയായിരിക്കും എന്ന് ഞാനും എക്സൈറ്റഡ് ആട്ടോ. ഞാൻ തെലുങ്ക് ബിഗ് ബോസിലൊന്നും തെലുങ്ക് ബിഗ് ബോസിനെ ഉദ്ദേശിച്ച് നമ്മൾ മലയാളം എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കോമണേഴ്സിനെ വെച്ചിട്ട് എത്ര കോമണേഴ്സ്, 40 പേരിൽ നിന്ന് 1-ൽ കൂടുതൽ ആൾക്കാരെ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അവരെന്തോരം സ്ട്രഗിൾസ് നേരിടേണ്ടി വരും, എത്രത്തോളം ഈ ചലഞ്ചസ്. എന്താ പരീക്ഷ, അഗ്നി പരീക്ഷ അല്ലേ. അപ്പോൾ അത് എന്തോരം സംഭവം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ വളരെ എക്സൈറ്റഡ് ആണ്. പോരാത്തന്നെ നമ്മുടെ ജഡ്ജസ് തീപ്പൊരികളാണ്. അതറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ അഖിൽമാരൊക്കെ എന്താണ് എൻ്റെ മോനെ. റിയാസൊക്കെ ഗെയിം ചേഞ്ചറാണ്, ഒരു രക്ഷയില്ല. ഒരു എന്താ പറയുക, രഞ്ജനി ഹരിദാസോ ഇവരൊക്കെ ഉരുളിക്കുപ്പേരി എന്ന് പറഞ്ഞാൽ ടീമിൽ പോലെ അങ്ങനെ നമുക്ക് സംസാരിച്ച് പോലും പിടിച്ചു നിൽക്കാൻ പറ്റും. അത്രയ്ക്കും അടിപൊളി കണ്ടസ്റ്റൻസ് ആണ് ഇവർ 3 പേരെന്ന് പറയുന്നത്.
അപ്പോൾ അവരുടെ മുമ്പിലേക്ക് കോമണേഴ്സ് വരുമ്പോൾ എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടവരെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് അറിഞ്ഞിട്ട പേര് തന്നെയാണ് അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞൊരു പേര്. വളരെ തീ പരീക്ഷയാണ്, പൊള്ളും പൊള്ളാതെ ഇരിക്കില്ല, ഞങ്ങൾ പൊള്ളിക്കും എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ രീതിയിലും പ്രമോ റിലീസ് ആവും. എങ്ങനെയൊക്കെയാണ് പ്രമോ ഇപ്പോൾ റിലീസായി, ഇനി ഓരോ തരത്തിലും എങ്ങനെയൊക്കെ രീതിയിലാണെന്നുള്ളതൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും ഇനി. അപ്പോൾ അത് ഒക്കെ നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.